അച്ഛാ, ഞാൻ ഇന്നലെ പറഞ്ഞ 3000 രൂപ. അയച്ചേക്കാം. അച്ഛൻ കഷ്ടപ്പെട്ട കാശുണ്ടാകണമെന്ന് അറിയാലോ. ട്യൂഷന് പോണൊക്കെ കൊള്ളാം. അവസാനം റിസൾട്ട് ഉണ്ടാവണം കേട്ടോ. താങ്ക്സ് അച്ഛാ. അപ്പൊ ഈ തവണ ഞാൻ തന്നെ. നീ കരുവയ്ക്ക് ആണെങ്കിൽ ഇടയ്ക്ക് ഒരു കാലം കളിക്കടാ. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുള്ള കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല. എന്ത് പറ്റിയടാ? ഈസ്റ്റർ അല്ലടാ, പിള്ളേർക്കൊരു മുട്ടക്കറിയിൽ വെച്ച് കൊടുക്കണ്ടേ. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടില്ല. നീ ടെൻഷൻ അടിക്കാതെ. ഞാനും ആലോചിച്ചു. സമയം എന്തെങ്കിലും വഴി കണ്ടെത്താം നമുക്ക്. എന്താണ് ഒരു ഗൂഢാലോചന? പുതിയ വർക്കുമല്ലായോ? വർക്കോ? ആ ടൂൾസൊക്കെ പറക്കി വിറ്റാലോ എന്ന് ആലോചിക്കാണ്. നിങ്ങളുടെ ഒരു കാര്യം, അടുത്ത വർക്ക് തന്നെ ഓരോ ക്യാഷ് കിട്ടുന്ന വല്ല കാര്യം ചെയ്തുകൂടെ? ഈ കാര്യം കളിച്ചിരുന്ന വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുമോ? അട്ടെ, ഇപ്പം എന്താ പ്രശ്നം? എന്താ? ഈസ്റ്റർ അല്ലേ, ഇപ്പം 10 പൈസ എടുക്കാമല്ലെന്ന് പറയായിരുന്നു. അതാണ് കാര്യം. അതിനൊക്കെ വഴിയുണ്ട്. തൽക്കാലം നീ ഇത് പിടിക്കേ. വേണ്ട, പിടിക്കടാ. നീ പണം എങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയാം. ഇതൊരു പാവം പിടിച്ച പൈസ, എനിക്ക് വേണ്ടത്. ജയ്സ, തൽക്കാലം നീ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ്. നിനക്ക് ഈ ഈസ്റ്റർ എന്ന സന്ദേശം എന്താണെന്ന് അറിയോ? അസത്യത്തിൻ്റെയും തിന്മയുടെയും വിജയം താൽക്കാലികമാണെന്ന്. വളഞ്ഞ വഴികൾ തേടാതെ കഷ്ടതകൾ സഹിച്ചും സത്യത്തിന് വേണ്ടി നിലകൊള്ളണമെന്നാണ്. എന്നിട്ടും ഞാൻ ഈ പണം വാങ്ങി ഈസ്റ്റർ ആഘോഷിക്കണോ? ബെസ്റ്റ്. നീ ഇവിടെ കാര്യം കുറിച്ച് ഫിലോസഫി പറഞ്ഞിരുന്നു. പണം ആകാശത്തുനിന്നാണ് പൊഴിയും. അല്ല, നീ ഇതെങ്ങോട്ടാ? വെക്കേഷൻ അല്ലേ, ചെറിയൊരു പണിയുണ്ട്. പിള്ളേരൊക്കെ കട്ട വെക്കണേ. കണ്ടറിയാം എവിടെ ചെന്ന് എത്തണം. രണ്ടാമത്തെ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇത്ര വേഗം നിന്റെ പണി കഴിഞ്ഞ? പണി പാളിയുന്നതാ തോന്നണേ. എന്തോ പറ്റിയേ? കണ്ണുമൊക്കെ വല്ലാണ്ടിരിക്കണ്ടല്ലോ. നീ പറഞ്ഞടാ ശരി. ഈ ജയൊക്കെ താൽക്കാലിക. നമുക്കൊരു അനുഭവം വരുമ്പോഴാണ് ഇതൊക്കെ പഠിക്കുള്ളൂ. എന്താ പറ്റിയേ? നീ കാര്യം പറ. ഹലോ, എവിടെയാ? ഞാൻ കണ്ടു. ഞാൻ അവിടെ തന്നെ ഉണ്ട്. ഇതൊരു പുതിയ ക്ലൈൻറ്റാ, പിള്ളേർ സെറ്റാ. വരുമ്പോ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഡേഞ്ചറൊന്നുമല്ലല്ലോ? കുഴപ്പമൊന്നുള്ള പിള്ളേരല്ലേ, വെക്കേഷൻ അല്ലേ. നമ്പർ 9562. അച്ഛാ, ഞാൻ ഇന്നലെ പറഞ്ഞ 3000 രൂപ. നീ പണം എങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയാം. ഇതൊരു പാവം പിടിച്ച പൈസ. നീ ടെൻഷൻ അടിക്കാതെ. ദൈവാനുഗ്രഹം കൊണ്ട് അവന് ഉപയോഗിക്കണേക്കും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നീ സമൂഹത്തിനോട് ചെയ്തുകൊണ്ടിരുന്ന തെറ്റ് നിനക്ക് മനസ്സിലായി. എല്ലാം ശരിയാവൂടാ, നമുക്ക് റെഡിയാക്കാന്നേ. നീ പോയത് രാജേഷിന്റെ കെയർ ഓഫിൽ ഒരു വർക്ക് വന്നിട്ടുണ്ട്. ഒരു 50,000 രൂപ അഡ്വാൻസ് ഇട്ട് തന്നിട്ടുണ്ട്. അത്യാവശ്യം വലിയ വർക്കാണ്. നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീരുക. അപ്പൊ അതെ, രണ്ടുപേരും ഞായറാഴ്ച ഉച്ചയ്ക്ക് കുടുംബടക്കം ഉച്ചയ്ക്കാണ്ട് എത്തിക്കൊള്ളണം. ഈ ഈസ്റ്റർ നമുക്ക് പൊളിക്കാടാ.